എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കല് ഒരു രാജകുമാരൻ അദ്ദേഹത്തിന് തന്റെ അച്ഛനായ രാജാവ് മരിച്ചതിന് ശേഷം ആ രാജ്യത്തെ രാജഭരണം ഏറ്റെടുക്കേണ്ടി വന്നു. രാജകുമാരനാകട്ടെ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം അത് ഏറ്റെടുത്തേ മതിയാകുമായിരുന്നു. ആ രാജ്യത്തിന്റെ പ്രത്യേകതയാകട്ടെ ഒത്തിരി സമ്പൽ സമൃദ്ധിയുള്ള പ്രകൃതി കൊണ്ട് ഒത്തിരി വരദാനങ്ങൾ, പ്രകൃതിയുടെ വരദാനങ്ങൾക്ക് കരകവിഞ്ഞൊഴുകുന്ന ഒരു രാജ്യമായിരുന്നു അത്. അവിടുത്തെ ജനങ്ങളൊക്കെ അച്ഛനായ രാജാവിന്റെ കീഴിൽ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ആ രാജകുമാരൻ ഫേസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമേ തന്നെ ആ രാജ്യത്ത് വലിയൊരു വരൾച്ച അനുഭവപ്പെട്ടു. ആ വരൾച്ചയെ മറികടക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിന് വേണ്ട പ്രതിരോധ വിധികൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഫലമൂലാദികളൊന്നും ഉണ്ടാകാത്ത അവസ്ഥ വന്നു. ഒത്തിരി പേർ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ വന്നു. അതിനു പുറകെ പകർച്ചവ്യാധി വന്നു. അവിടെയും ഒരുപാട് ജനങ്ങൾ മരണമടഞ്ഞു. അവിടെയും വേണ്ട പ്രതിരോധ മാർഗങ്ങൾ തീർക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വീണ്ടും ഒത്തിരി പ്രശ്നങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ അയൽപ്പക്കത്തെ ഒരു രാജാവ് തന്റെ സൈന്യവുമായി വന്ന് ഇവിടത്തെ സൈന്യത്തെ കീഴ്പ്പെടുത്തുകയും രാജാധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ ഈ പറയുന്ന നമ്മുടെ രാജകുമാരൻ അയൽപ്പക്കത്തെ രാജ്യത്തിലേക്ക് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ആ അയൽപ്പക്കത്തെ രാജ്യത്തെ രാജകുമാരനാകട്ടെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് കൂടിയായിരുന്നു. അവിടെ ചെന്നാൽ തന്റെ സുഹൃത്തായ രാജകുമാരൻ തന്നെ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കുമെന്ന് ഇയാൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോ അവിടുത്തെ സേവകന്മാർ പലരും ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിലത്തെ അഴുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കാര്യമായിട്ടുള്ള വിലയൊന്നും നൽകിയില്ല. രാജകുമാരനെ മനസ്സിലായില്ല. ഇദ്ദേഹത്തെ അവിടെ തടയുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് രാജകുമാരന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഒത്തിരി പറഞ്ഞു നോക്കി, ഞാൻ അയൽപ്പക്കത്തെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിൽ അവർ സമ്മതിച്ചില്ല. ഉടനെ തന്നെ നമ്മുടെ രാജകുമാരൻ വേറെ എവിടെയൊക്കെയോ ജോലിക്കൊക്കെ പോയി നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി അണിഞ്ഞ് വീണ്ടും വന്നു. അപ്പൊ നല്ല വസ്ത്രത്തിൽ വന്നപ്പോൾ ഈ രാജകുമാരനെ അവര് അകത്തേക്ക് കയറ്റി. അങ്ങനെ തന്റെ സുഹൃത്തായ ആ രാജകുമാരനെ കണ്ടതിന് ശേഷം അവൻ തന്റെ പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായി വിവരിച്ചു. എനിക്ക് ഇത്ര പ്രശ്നങ്ങളൊക്കെ രാജ്യത്തിലുണ്ടായി, മറ്റൊരു രാജാവ് വന്ന് ആ രാജ്യം കീഴടക്കി, എന്നെ എങ്ങനെയൊക്കെ ഒന്ന് സഹായിക്കണം. ഉടനെ തന്നെ തന്റെ കൂട്ടുകാരനായ അയൽപ്പക്കത്തെ രാജകുമാരൻ അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് 100 ചെമ്മരി ആടുകളെ നൽകാം, നീ അതിനെ മേയ്ക്കൂ. ഇത് കേട്ട ഉടനെ നമ്മുടെ രാജകുമാരൻ അവനൊന്ന് ചിന്തിച്ചു, ഇതെന്ത് വിചിത്രമായ ഉത്തരം നൽകിയത്, ഞാനൊരു രാജകുമാരനല്ലേ, എനിക്ക് കാര്യമായി പരിഗണന നൽകേണ്ടതല്ലേ. പക്ഷെ എങ്കിലും മറുത്തൊന്നും പറഞ്ഞില്ല. ഇത് തന്റെ വിധിയാണെന്ന് മനസ്സിൽ വിചാരിച്ച് ആട്ടിടനായിട്ടാണെങ്കിൽ ആട്ടിടനായിട്ട് പട്ടിണി കൂടാതെ ജീവിക്കണം തൽക്കാലം. അതുകൊണ്ട് അവനത് സമ്മതിച്ചു. ഈ 100 ചെമ്മരിയാടുകളെയും കൊണ്ട് ഇവൻ മേയ്ക്കാനായിട്ട് പോയി. പക്ഷെ ഒരു ചെന്നായ വന്നിട്ട് ഇതിനെയെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഇതിനെ ഓരോരുത്തരെയായി കൊന്നു തിന്നുകയും ചെയ്തു. ഇയാള് തിരികെ വന്നു. നമ്മുടെ രാജകുമാരൻ തിരികെ വന്ന് കൂട്ടുകാരനോട് പറഞ്ഞു, ഇതാ നീ തന്ന 100 ചെമ്മരിയാടുണ്ടല്ലോ, അതിനെയൊക്കെ ചെന്നായ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപ്പോ നമ്മുടെ കൂട്ടുകാരനായ സുഹൃത്ത്, നമ്മുടെ കൂട്ടുകാരൻ ഒരു കാര്യം ചെയ്തു, അവന് മറ്റൊരു 50 ചെമ്മരിയാടുകളെ കൂടി നൽകും. 50 എണ്ണം മൈനസ് ചെയ്ത് 50 എണ്ണത്തിനെ കൊടുത്തു. ഇവൻ വീണ്ടും 50 ചെമ്മരിയാടുകളെയും കൊണ്ട് മേയ്ക്കാൻ പോയി. അതിനെയും ചെന്നായ ആക്രമിച്ചു, കൊന്നുകളഞ്ഞു. ഇവൻ വീണ്ടും തിരികെ പോയി പറഞ്ഞു, നീ തന്ന 50 ചെമ്മരിയാടുകളെ ചെന്നായ കൊന്നുകളഞ്ഞു. വീണ്ടും കൂട്ടുകാരൻ 25 ചെമ്മരിയാടുകളെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതിനെ നന്നായി നോക്കിക്കൊള്ളണം, കാരണം 100ഉം 50ഉം 150 എണ്ണത്തിനെ നീ നഷ്ടപ്പെടുത്തി. ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ, ഇതിനെ നീ നന്നായി നോക്കിക്കൊള്ളണം. നമ്മുടെ രാജകുമാരന് ഏകദേശം അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. ഇനിയൊരു സഹായം തന്റെ കൂട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ലെന്നും ഉറപ്പുവരുത്തി. ഉടനെ തന്നെ ആ 25 ചെമ്മരിയാടുകളെയും കൊണ്ട് അവൻ മേയ്ക്കാൻ പോയി. ആ അവസരത്തിൽ അവൻ വിചാരിച്ചു, ഇനി തന്റെ ചെമ്മരിയാടുകളെ ആക്രമിക്കാനായി ആരെങ്കിലും വന്നാൽ അതിനുള്ള പ്രതിരോധം ഞാൻ തീർത്തേ മതിയാകൂ. അവൻ വേലി കെട്ടി ചെമ്മരിയാടിനെ ആക്രമിക്കാനായി ചെന്നായി വരുന്ന പ്രദേശങ്ങൾ അവൻ നോട്ട് ചെയ്ത് വെച്ചു. വരുമ്പോൾ തിരിച്ച് ആക്രമിക്കാൻ വേണ്ട സന്നാഹങ്ങൾ ഒരുക്കി. മറ്റുള്ള ആട്ടിടയന്മാരായിട്ട് ഇവൻ ചർച്ച ചെയ്തു എന്തൊക്കെ ചെയ്യണം. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും നടത്തി. ചെന്നായ വന്നു, അതിനെ ആക്രമിച്ചു, കീഴ്പ്പെടുത്തി, അതിനെ ഓടിച്ചു വിട്ടു. അങ്ങനെ അവൻ ഇങ്ങനെ വളർന്നു. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇവന്റെ ചെമ്മരിയാടുകളുടെ എണ്ണവും അതുപോലെ തന്നെ വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1000 ചെമ്മരിയാടുകളായി. ആ സമയത്ത് കൂട്ടുകാരനായ രാജാവ് അവൻ ഇയാളെ വിസിറ്റ് ചെയ്തു. എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഓ, നിന്റെ കയ്യിൽ ഇപ്പോ 1000 ചെമ്മരിയാടുകൾ ഉണ്ടല്ലേ, എങ്കിൽ ഞാൻ നിന്നെ
ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോവുക. എൻ്റെ രാജ്യത്തെ ഒരു സ്റ്റേറ്റ് ഇനി നീയാണ് ഭരിക്കാൻ പോകുന്നത്. നിന്നെ ഞാൻ ഒരു ഭരണകർത്താവായി വാഴിക്കാൻ പോവുകയാണ്. ഇത് കേട്ട ഉടനെ ഇവന് വല്ലാത്ത സന്തോഷവും അതിലപ്പുറം ഒരു അത്ഭുതവും തോന്നി. ഇയാള് കൂട്ടുകാരനോട് ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വന്ന ഉടനെ നീ എനിക്ക് ഈ സ്ഥാനമാനങ്ങൾ നൽകാതിരുന്നത്? ഞാനൊരു രാജാവല്ലേ ആയിരുന്നത്, നീ എന്നെ എന്തുകൊണ്ടാണ് ആടുകളെ മേയ്ക്കാൻ വിട്ടത്? ഉടനെ കൂട്ടുകാരൻ ഇങ്ങനെ മറുപടി നൽകി, നീ പറഞ്ഞത് ശരിയാണ്, നീ ഒരു രാജാവായിരുന്നു. പക്ഷേ ആ പൊസിഷന് നീ യോഗ്യതയുള്ള ആളല്ല എന്ന് നീ തെളിയിച്ചു. കാരണം ഒരു ലീഡർ ആയിരിക്കണമെങ്കിൽ, ഒരു നേതാവായിരിക്കണമെങ്കിൽ ചുറ്റുമുള്ള ആടുകളെ, ചുറ്റുമുള്ള ആളുകളെ കാണാനും അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിനക്ക് കഴിയണമായിരുന്നു. ആ കഴിവുകേട് കൊണ്ടാണ് നിനക്ക് ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത്. നീ ചിന്തിച്ചു അത് നിന്റെ ദൗർഭാഗ്യമാണെന്ന്. മറ്റൊരു രാജാനും പറ്റാത്ത ഒരു ദൗർഭാഗ്യമാണ് തന്റെ ലൈഫിൽ സംഭവിച്ചതെന്ന്. അത് ദൗർഭാഗ്യമല്ല, നിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നുവെങ്കിൽ, കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് ഇവയെല്ലാം പ്രതിരോധിക്കാമായിരുന്നു. പലപ്പോഴൊക്കെ ഇങ്ങനെയാണ് നമ്മളൊക്കെ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടാ പലപ്പോഴും നടക്കുന്നത്. അധികാര സ്ഥാനങ്ങളിലിരിക്കും. അധികാര സ്ഥാനങ്ങളിരുന്നത് കൊണ്ടോ ഈ രാജകുമാരനെ പോലെ പണത്തിലോ പ്രതാപത്തിലോ ഉണ്ടായത് കൊണ്ടോ സ്ഥാനമാനങ്ങളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒരിക്കലും ഒരു നേതാവാകുന്നില്ല. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് തങ്ങളുടെ മക്കളെ നേരിട്ട് അവരുടെ കാലശേഷം കൊണ്ടുവന്ന് ആ പൊസിഷനിൽ കൊണ്ടിരുത്തല്ല ചെയ്യുക. ഒരു AC റൂമിൽ കറങ്ങുന്ന കസേരയിൽ ലാപ്ടോപ്പിന് മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു ഗുണമില്ല, അവൻ പരാജയമായിരിക്കും. എന്താ വേണ്ടത്? ആദ്യമേ തന്നെ താഴെ തട്ടിൽ മുതൽ അവനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. അവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യവസായശാലയിലെ ഓരോ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, അവിടെ നടക്കുന്ന പ്രൊസീജിയറുകൾ എന്താണ്, ആ കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും അവനെ നടത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഉയർന്ന പൊസിഷനിലിരിക്കുമ്പോൾ ഓരോ ഘട്ടത്തെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നീ ഒരു മാനേജറായി ഇരുന്നിട്ട് കാര്യമില്ല, ഒരു CEO, ഒരു കമ്പനിയുടെ CEO ആയി ഇരുന്നിട്ട് കാര്യമില്ല. പൊസിഷനിൽ ഇരുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. പൊസിഷനിൽ ഇരിക്കുന്നതല്ല കാര്യം. ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നിനക്ക് കൃത്യമായി ലീഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ചുറ്റുമുള്ളവരെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ആ സ്ഥാപനത്തെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. നീ അവിടെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടായിരിക്കണം. ഒരു കമ്പനിയുടെ CEO ആകണമെങ്കിൽ, അല്ലെങ്കിൽ മാനേജർ ആകണമെങ്കിൽ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം എന്താണോ, നിങ്ങളുടെ സംരംഭം എന്താണോ, ആ സംരംഭത്തിലുള്ള ഓരോ കാര്യത്തിലും നിങ്ങൾ മുൻപേ ഇടപെട്ടിട്ടുണ്ടായിരിക്കണം. പൊസിഷനിൽ എത്തുന്നതിന് മുൻപേ ഓരോ കാര്യങ്ങളിലെയും ചെറിയ ചെറിയ കാര്യങ്ങളിലെ കൺവീനർമാരാവുക. പലപ്പോഴും പല സ്ഥാപനങ്ങൾ അങ്ങനെയാണ്, കൺവീനർമാരാവുക. ചില ഉത്തരവാദിത്തങ്ങളുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുക. ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വന്നവർക്ക് മാത്രമാണ് വലിയൊരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാതെ നേരിട്ട് വന്നിരുന്നാൽ നമ്മുടെ രാജകുമാരന്റെ അവസ്ഥ വരും. ഒന്നും അറിയില്ല, സ്ഥാനത്ത് വന്നിരിക്കും, ചുറ്റും നടക്കുന്നത് എന്താന്ന് അറിയില്ല, ആരെന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കും. ആയതിനാൽ നിങ്ങളുടെ സ്ഥാനം നിർണയിക്കുന്നത് നിങ്ങളിരിക്കുന്ന പൊസിഷൻ അല്ല, ആ പൊസിഷന്റെ മഹിമ കൂട്ടുന്നത് നിങ്ങൾ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് ചുറ്റുമുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും ചുറ്റുമുള്ളവരെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അപ്പോഴേ നിങ്ങൾ നല്ലൊരു നേതാവാകുന്നുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു നേതാവാകാൻ താഴെ തട്ടിൽ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോവുക. മാതാപിതാക്കൾ മക്കളെ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും അവരുടെ സാന്നിധ്യം നിങ്ങൾ ഉറപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ അവരെ നേരിട്ട് ഈ പറഞ്ഞതുപോലെ അധികാരത്തിലേക്ക്, AC റൂമിൽ കറങ്ങുന്ന കസേരയിലേക്ക് മാത്രം കണ്ണുന്നിട്ട് പോകുന്നവരാകും. ഇനി പൊസിഷനിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഏത് പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഒന്ന് ഒരു വിചിന്തനം നടത്തേണ്ടത് നല്ലതാണ്. നമ്മൾ ഈ പ്രൊസീജിയറിലൂടെ വന്നിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അധികാരം അത് സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്നെ കീഴ്പ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക്, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽപ്പെട്ടവർക്ക് എൻ്റെ സാന്നിധ്യം അനുഗ്രഹമാണോ എന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നതും നല്ലതായിരിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.